മംഗലാപുരത്തെ സദാചാര ഗുണ്ട ആക്രമണത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണ്. സംഭവത്തിൽ അറസ്റ്റിലായ രാമസേന സ്ഥാപകൻ പ്രസാദ് അത്താവർ ഉൾപ്പെടെ 14 പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സലൂൺ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായി എന്നാണ് കേസ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മംഗളൂരു ബജായ് KSRTC സ്റ്റേഷന് സമീപമുള്ള കളേഴ്സ് യൂണിസെക്സ് സലൂണിന് നേരെ ആക്രമണം നടന്നത്. സംഭവത്തിൽ പിടിയിലായ രാംസേന സ്ഥാപകൻ പ്രസാദ് അത്താവർ ഉൾപ്പെടെ 13 പേരെയും ഒരു മാധ്യമപ്രവർത്തകനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മസാജ് പാർലറിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇരച്ചു കയറിയെത്തിയ സംഘം വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും പാർലറിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ്. സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും സംഘം നശിപ്പിച്ചിരുന്നു. പാർലർ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർക്കെ പോലീസാണ് കേസെടുത്തത്. കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്തരറൈ, പെടമല മങ്കി സ്റ്റാൻഡിലെ ശരൺരാജ്, ബണ്ടോൽ സ്വദേശി ഹർഷിത് എന്ന ഹർഷരാജ്, വാമഞ്ചൂർ മുടിഷഡ്ഡെ സ്വദേശി രവി പൂജാരി എന്ന മോഹൻദാസ്, വാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി 14 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മാധ്യമപ്രവർത്തകനായ ശരൺരാജ് 2012 പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു. ഈ കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2024 ആഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു. അന്ന് പബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺരാജ് ആയിരുന്നു. കേസിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നേരത്തെ ശ്രീരാമസേനയിൽ ഉണ്ടായിരുന്ന പ്രസാദ് അത്താവർ ഉണ്ടാക്കിയ സംഘടനയാണ് രാമസേന. പ്രസാദ് അത്താവറിന്റെ നേതൃത്വത്തിലാണ് 2009 ശ്രീരാമസേനക്കാർ മംഗളൂരു പബ്ബിൽ അതിക്രമിച്ച് കയറി പെൺകുട്ടികളെ അടക്കം ക്രൂരമായി ആക്രമിച്ചത്. ന്യൂസ് 18 മംഗളൂരു.